പാലക്കാട് അകത്തീത്തറ ഗ്രാമപഞ്ചായത്തിന് മുന്നിലാണ് അകത്തീത്തറ സ്വദേശികളായിട്ടുള്ള രണ്ട് അമ്മമാർ ക്ഷേമ പെൻഷൻ മുടങ്ങിയതിനെ തുടർന്ന് ഇപ്പോൾ പ്രതിഷേധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. 92 വയസ്സുകാരി പത്മാവതി അമ്മയും അവരുടെ മകളായിട്ടുള്ള 67കാരി ഇന്ദിരയും. ഇവർക്ക് കഴിഞ്ഞ 6 മാസമായി ക്ഷേമ പെൻഷൻ ലഭിച്ചിട്ടില്ല. രണ്ടുപേരും വൃദ്ധരാണ്, വാർദ്ധക്യ സഹജമായ അസുഖങ്ങളുണ്ട്. ഇവർ ഈ അസുഖങ്ങൾക്കുള്ള മരുന്നുകളെല്ലാം വാങ്ങിയിരുന്നത് ഈ പെൻഷൻ തുക ലഭിച്ചിരുന്നത് മൂലമാണ്. ഇപ്പോൾ ഏതായാലും ഈ പെൻഷൻ മുടങ്ങിയതോടെ ഇവർ ഇപ്പോൾ ജീവിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ഇവർ എത്തി ഇപ്പോൾ ഒരു പ്രതിഷേധം തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. രണ്ടുപേരും പ്ലക്കാർഡുകൾ ഉൾപ്പെടെ ഉയർത്തി ഒരു കട്ടിൽ ഈ പഞ്ചായത്ത് ഓഫീസിന് മുന്നിലിട്ട് ഇപ്പോൾ പ്രതിഷേധിച്ചു കൊണ്ടിരിക്കുകയാണ്. അമ്മ, എത്ര മാസമായി പെൻഷൻ? 6 മാസമായി പെൻഷൻ കിട്ടിയിട്ട്. മരുന്ന് വാങ്ങാൻ പോലും പൈസ ഇല്ല. ആരും ഞങ്ങളെ സഹായിക്കാനുള്ളതില്ല. വീടില്ല, സ്വന്തമായിട്ട് 1 സെൻറ്റ് സ്ഥലമാണ് ഉള്ളത്. അത് കുട്ടികളുടെ പേരിലാണ്. അങ്ങനെയൊക്കെയുള്ള ഒരു ഇതാണ്. മുളകിന് വിലയ്ക്ക് വിലയാണ് മോനെ. മുളകിന് 100 ഗ്രാം മുളകിന് 74 രൂപ 50 പൈസ എന്നാണ് പറയുന്നത്. മുളക് നോക്കിയിട്ട് ഞാൻ അവിടെ വെച്ചിട്ട് പോയി. എങ്ങനെ ഞങ്ങൾ ജീവിക്കും? ഈ അരി കിട്ടുന്നുണ്ട്. രണ്ടുപേർക്കും അസുഖങ്ങളുള്ളവരാണ്. പേർക്ക്, അമ്മയ്ക്ക് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ. എനിക്കാണെങ്കിൽ ഈ മരുന്ന് കഴിച്ചിട്ട് ഈ കൈ രണ്ടും അനക്കാൻ വയ്യ, കാലിനും വയ്യ. അങ്ങനെയുള്ള ഒരാൾ. ഞാൻ എങ്ങനെ പണിക്ക് പോയി? അമ്മ ഇട്ടിട്ട് എവിടെയും എനിക്ക് പണിക്ക് പോകാൻ പറ്റില്ല. മൂത്രമൊഴിക്കാൻ കൊണ്ടുപോകണം, വേറെ എല്ലാറ്റിനും കൊണ്ടുപോകണം. കൈ പിടിച്ചാൽ പതുക്കെ അങ്ങനെ കൂന്നേ നടക്കൂ. നിങ്ങൾക്ക് നോക്കിയാവുന്നതാണ്. പതുക്കെ പിടിച്ച് എഴുന്നേൽപ്പിച്ചാൽ നടക്കാൻ പറഞ്ഞാൽ നടക്കില്ല, നടക്കാൻ വയ്യ. ഞങ്ങളെ ആരും സഹായിക്കാനില്ല. പരാതികൾ കൊടുത്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട്? കൊടുക്കില്ല. ഞാൻ ദിവസം വരും, ഇവിടെ അടുത്താണല്ലോ വീട്, പഞ്ചായത്തിൽ വരും. എന്നിട്ട് ചോദിക്കും, അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ മുഹമ്മദ് സാറ് പറഞ്ഞ സാറിൻ്റെ അടുത്ത് ചോദിക്കും. സാറ് പറഞ്ഞു വരും ചേച്ചി, വരും അമ്മയെന്ന്. ഇന്നലെയാണ് ഇപ്പോൾ ടി വിയിൽ കാട്ടിയത്, നിങ്ങൾക്ക് പെൻഷൻ തരാൻ യാതൊരു നിവർത്തിയില്ല, പണമില്ല എന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല, ഞങ്ങൾ എന്ത് ചെയ്യും? മരിക്കുക എന്നുള്ളത് ഒരൊറ്റ നിവർത്തിയുള്ളൂ, വേറെ ഒന്നും കാണാനില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നിങ്ങനെയുള്ള ഇത് രാവിലെ തന്നെ വയ്യാത്ത അമ്മയും കൂട്ടി ഇവിടെ വന്ന് ഞങ്ങളിങ്ങനെ ഞങ്ങൾക്കിത് കിട്ടിയേ പറ്റുമോ, കിട്ടുവോളം വരെ ഞങ്ങൾ സമരം ചെയ്യുന്നുള്ളതാണ്. അധികൃതർ എത്രയും പെട്ടെന്ന് ഇടപെടണം. അവർ ഇടപെടാണ്ടിരുന്ന പറ്റില്ലോ. നമ്മളുടെ ഈ ശബരിമലയിൽ വരുന്നതും ഓരോരോ വലിയ വലിയ ക്ഷേത്രങ്ങളിൽ വരുന്ന പൈസയൊക്കെ എവിടേക്കാണ് പോകുന്നത്? ഇതൊക്കെ ഗവൺമെൻറ്റിലേക്കല്ലേ പോണ്. ക്ഷേമ പെൻഷൻ്റെ 1600 രൂപ പ്രതീക്ഷയായിരുന്നു നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയത്. ചേട്ടൻ വേറെ മാർഗ്ഗമില്ലല്ലോ, വയ്യാണ്ടേയില്ലേ. പണിക്ക് പോണ കാലത്ത് പണിക്ക് പോയി, ഇപ്പോൾ പണിക്ക് പോകാൻ വയ്യാണ്ടേയി. പിന്നെ എന്ത് ചെയ്യും? പിന്നെ ഇടയ്ക്ക് പ്രശ്നമുണ്ടാക്കി, ഞാൻ ഇവിടെ വന്ന് പ്രശ്നമുണ്ടാക്കി തൊഴിലുറപ്പിന് പോവും. 4 ദിവസം പോയാൽ പിന്നെ 8 ദിവസത്തിന് പോകാൻ വയ്യ. എന്ത് ചെയ്യും? ജീവിക്കണ്ടേ, ഞങ്ങൾക്ക് ജീവിക്കണ്ടേ, വേറെ മറ്റു മാർഗ്ഗമില്ലല്ലോ. മാർഗ്ഗമുള്ളവരായാലും അവർക്ക് ജീവിക്കാൻ മറ്റു മാർഗ്ഗങ്ങളില്ല. അതുകൊണ്ട് ഈ ക്ഷേമ പെൻഷൻ അവർക്ക് അനുവദിച്ച് കിട്ടുക തന്നെ വേണം. 6 മാസമായി ഇവർ ഈ ഒരു ക്ഷേമ പെൻഷന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഓരോ മാസവും പഞ്ചായത്ത് ഓഫീസിൽ വന്ന് പരാതികൾ പറയുമ്പോൾ ഇന്ന് കിട്ടും, നാളെ കിട്ടും എന്ന് പറഞ്ഞ് തങ്ങളെ കബളിപ്പിക്കുകയാണെന്നാണ് ഈ പത്മാവതി അമ്മയുടെ മകളായിട്ടുള്ള ഇന്ദിര പറയുന്നത്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഇവർ വല്ലാതെ ക്ഷീണിതരാണ്. ഇവർ മരുന്നുകൾ ഉൾപ്പെടെ വാങ്ങിയിരുന്നത്, ഇവരുടെ കുടുംബം മുന്നോട്ട് പോയിരുന്നതെല്ലാം ഈ 2 പേർക്കും കിട്ടിയിരുന്ന ഈ ഒരു പെൻഷൻ തുകയെ ആശ്രയിച്ചായിരുന്നു. ഇപ്പോൾ ഇത് മുടങ്ങിയതോടെ ഇവരുടെ ജീവിതം തന്നെ അവതാളത്തിലായിരിക്കും. ഏതായാലും ഈ ഒരു പെൻഷൻ കിട്ടുന്ന കാര്യത്തിൽ ഒരു തീരുമാനം ആകും വരെ ഇവിടെ തന്നെ സമരം ഇരിക്കാനാണ് രണ്ടുപേരുടെയും തീരുമാനം. ഇതിൽ എത്രയും പെട്ടെന്ന് അധികൃതർ ഒരു നടപടി സ്വീകരിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. വീഡിയോ ജേർണലിസ്റ്റ് വിനു സിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ, ഇൻ റിപ്പോർട്ടർ, പാലക്കാട്.